നമസ്കാരം. സ്നേഹജ്യോതിസ് അമ്മ പ്രാർത്ഥന ധ്യാനം. നമുക്കിന്നും ഭഗവാൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആ സന്ദേശം നമ്മളിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമമായി ചിട്ടയായി പരിവർത്തനപ്പെടുത്താം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ക്ലീം കൃഷ്ണായ ജനവല്ലഭായ. നമുക്ക് 2 കാർഡ് എടുക്കാം. ഇപ്പം നമ്മൾ 2 കാർഡാണ് എടുക്കുന്നത്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓം നമോ നാരായണായ. ഈ ഒരു കാർഡ് എടുത്തു. ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം ചിന്ത വരുന്നത്, ഉള്ളിൽ എന്താ തെളിയുന്നതെന്ന് ഒന്ന് നോക്കുക. ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. ഇതാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് നോക്കുക. അതായത് ഡിസ്ട്രക്ഷനോട് അതായത് ഒരു തകർച്ചയോട് കൂടി വരുന്ന ആ ചേഞ്ചിനെ സ്വീകരിക്കാൻ പറയുന്നു. അതിനെ കൊണ്ടുവരിക. എന്തിനാന്ന് വെച്ചാൽ സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. ആ ചേഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ബ്ലെസ്സിങ്. അടുത്തത് ദിസ് കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത് എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം ഞാൻ പറയാം. ട്രാൻസ്ഫോർമേഷനാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ മനസ്സിൽ. അപ്പോൾ ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ തകർച്ചയൊക്കെ നമ്മൾ എന്താ കാണേണ്ടത്, നമ്മുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു വളർച്ചയെ കാണണം. ശരിക്കും ഒരു വിത്ത് വിതയ്ക്കുന്നത് ഒരു ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ, ഭാവിയിലൊരു വൃക്ഷമായി ഒരു മരമായി നമുക്ക് ആവശ്യമുള്ള ഫലങ്ങൾ തരും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് നമ്മളൊരു വിത്ത് വിതയ്ക്കുന്നത്. അപ്പോൾ ഒരു തകർച്ചയെ നമ്മളൊരു വിത്തായിട്ട് കണ്ടാൽ മതി എന്നാണ് ഇതിൽ ഭഗവാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ കണ്ട് അത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പുതിയൊരു ചേഞ്ച് വരുത്താം നമ്മുടെ ലൈഫിൽ. ആ ഒരു തകർച്ച നമ്മുടെ ഒരു അടിമുടി മാറാനുള്ളൊരു ചേഞ്ചാണ്. ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു വീഴ്ച, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ബിസിനസ് ആണെങ്കിൽ, അതൊരു ജോലിയാണെങ്കിൽ ഒരു തകർച്ചയെ നമ്മൾ നേരിടുകയാണ്. അല്ലെ എന്തെങ്കിലും മറ്റൊരു രീതിയിൽ ഒരു ബന്ധങ്ങളിൽ എന്തെങ്കിലും, അല്ലെ നമ്മുടെ ഏതൊരു മേഖലയിലാണെങ്കിലും ഒരു തകർച്ചയെ നേരിടുകയാണെങ്കിൽ അത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് നമ്മൾ കണക്കാക്കുക. നമ്മൾ അടിമുടി മാറ്റാൻ ദൈവം ഒരുക്കിയിട്ടുള്ളൊരു തകർച്ചയാണ് അത്. കാരണം നമ്മൾ അടിമുടി മാറേണ്ട ഒരു ആവശ്യമുണ്ടെന്നും ഭഗവാന് ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു തകർച്ചയിൽ കൂടിയാണ് മറ്റൊരു വഴിയിലേക്ക് തിരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ തെറ്റായ ധാരണയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ മാറ്റാൻ ദൈവം ഒരു തകർച്ച തരും. പക്ഷെ ആ തകർച്ച നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള നല്ലൊരു ഉയർച്ചയിലേക്കുള്ള നല്ലൊരു വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ദിസ് കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് അവിടെ ഉണ്ട്, ഇപ്പം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ട്രാൻസ്ഫോർമേഷന് തയ്യാറായതുകൊണ്ട്, നമ്മൾ ആ ഒരു മാറ്റത്തിന് തയ്യാറായതുകൊണ്ട്, ആ മാറ്റത്തിന് തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജുകൾ കേൾക്കുന്നതും കാണുന്നതും. നമുക്കൊരു മാറാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊന്ന് മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു തകർച്ചയിൽ നിന്ന്, നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന്, നമ്മുടെ വിഷമതകളിൽ നിന്നൊന്ന് മാറാൻ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഉള്ളുകൊണ്ട് സ്വീകരിക്കുക. തകർച്ചയാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നമ്മുടെ കൂടെയുണ്ട്. ഈ കാർഡ് ഉറപ്പിക്കുകയാണ് നിങ്ങളെ തകർച്ചയെ നിങ്ങളൊരു പുതിയൊരു ഉയർച്ചയായിട്ട്, ഒരു പുതിയൊരു ഉദയമായിട്ട് കണ്ടാൽ മതി എന്ന് സൂചിപ്പിച്ചിട്ട് ഭഗവാൻ പറയാം എൻ്റെ ബ്ലെസ്സിങ്ങും കൂടിയുണ്ട്. അതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഈ കാർഡ് നമുക്ക് തന്നിരിക്കുകയാണ്. ദിസ് കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് കേട്ടോ. 2 കാർഡും കൂടി നമുക്ക് ശരി കണക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയാണ് കാർഡ് തരിക ഭഗവാൻ കേട്ടോ. അപ്പോൾ ഭഗവാന് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട്, ഇത് കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ വിഷമതകളെ പുതിയൊരു ഉദയത്തിനുള്ളൊരു വിത്താക്കി മാറ്റുക നമ്മളതിനെ. ആ തകർച്ചയിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി, അതിനെ ഒരു വിഷമത്തിൽ നിന്ന് അതിനെ മനസ്സിലാക്കി നമ്മൾ മാറേണ്ടതാണ്. നമ്മൾ പിന്മാറേണ്ടതാണ്. മാറി നിന്ന് മറ്റൊരു രീതിയിൽ നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിച്ച് തന്നെ മുന്നേറേണ്ടതാണ്. ഇപ്പം നമ്മൾ ആ വിഷമതകൾ ഉണ്ടാകുന്ന ആ കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണെങ്കിൽ അതിനെ പുതിയ രീതിയിലാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അവിടെ ബ്ലെസ്സിങ് ഉണ്ട് ഭഗവാന്റെ, തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ഉണ്ട്, അനുഗ്രഹമുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ കാർഡ് കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഓം നമോ നാരായണായ.